സാർ ഇവിടെ ഒപ്പിട്ടോളൂ. ബാങ്ക് നോട്ടീസ് ഇപ്പൊ കൊറിയറിലും വരാൻ തുടങ്ങിയോ? കൊല്ലാപ്പാണോ പടച്ചോനെ? ബാങ്കിൽ നിന്നല്ല, ഇത് വേറെ ആരോ വെച്ചാ. താങ്ക് യു. ശരി സാർ. എന്താണത്? ആ എനിക്കറിയോ, നോക്കട്ടെ. ജലാലുദ്ദീൻ റൂമിയുടെ കഥകൾ. ആഹാ, ചെക്കോ? 1000 രൂപ. ഒരു കത്തുണ്ടല്ലോ. ശരിയായ ഉത്തരം നൽകി എന്നെ സഹായിച്ചതിന് നന്ദി. പ്രതിഫലമായി സൂഫി കവി ജലാലുദ്ദീൻ റൂമിയുടെ കഥകൾ അടങ്ങിയ പുസ്തകവും 1000 രൂപയുടെ ചെക്കും ഇതോടൊപ്പം അയക്കുന്നു. സദയം സ്വീകരിക്കുക എന്ന് നൂറ എന്ന നൂർജഹാൻ. ഇത് കലക്കി. ഇതന്ന് നമ്മളെ ടിവിയിൽ കണ്ട കുട്ടിയല്ലേ, നൂർജഹാൻ. ഉമ്മത്ത, എന്താടാ? ഇവിടെ ഒന്ന് നേരിട്ട് കാണണമല്ലോ. ഹൗസ് നമ്പർ 281/12 രാഗം സ്ട്രീറ്റ്. എന്താ ജോസ് എന്റെ അഭിപ്രായം? ഓ LDF ആയാലും UDF ആയാലും നമുക്ക് ഒരുപോലെ. ഓ ചേട്ടൻ വന്ന ശരിയാ. ആരാലും അരിന്റെ പോലെ ഒന്നും പറയാൻ പോണില്ല. അരിന്റെ മാത്രല്ല എല്ലാത്തിന്റെ. ഇവനാരാടാ? വീട് തന്നെ. ആ വന്നോളി, ഞാൻ ഇപ്പൊ ഫ്രീയാ. വൈകുന്നേരം ബാംഗ്ലൂർക്ക് പോവാനുള്ള, വേഗം വന്നോളി. ഇത്ര പെട്ടെന്ന് വന്നാ? എന്തായി കാണിക്കുന്നത്? വാതിലടക്കല്ലേ? ഇവളിപ്പോ പട്ടാപകരം പരിപാടി തുടങ്ങിയോ? ഇത്തിപ്പിടം നടക്കൂല. ആരാടാ അകത്ത്? പുറത്തേക്ക് ഇറങ്ങി വാടാ. അധികം ചിരിക്കണ്ട. എന്തിനാടി നീ ഇങ്ങനെ ഒരാളായിട്ട് വട്ടളക്കണത്? എടി, എന്തിലും ആരിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് കണ്ട ഐ ജസ്റ്റ് ഗെറ്റ് അട്രാക്റ്റഡ്. അതാണ് നൂറ. എന്താ നിന്റെ ഉദ്ദേശം? ഫ്രണ്ട്ഷിപ്പ് ഓർ ടൈം പാസ്? ആ അതറിയില്ല. അതെ, സംഗീതം മാത്രല്ല, അല്പസ്വല്പം ചട്ടമ്പിത്തരം കൂടി കയ്യിലുള്ള ആളാ ഈ ഷാജർ. മറക്കണ്ട. നൂറ, ഓ എന്റെ മൊബൈൽ നിന്റെ ബാഗിനകത്തായി പോയി. ഓ ആണോ? ആ പിന്നെ ഞാൻ കോളേജിൽ നിന്ന് വരെ ലേറ്റ് ആവും. നീ ഒരു ഓട്ടോ എടുത്ത് വീട്ടിൽ പോകും. ശരി അമ്മ. ഓക്കെ. പോ. ഇവളല്ലേ ടിവിയിൽ കണ്ട നൂർജഹാൻ? പെണ്ണുങ്ങളെ നിസ്കാരപ്പള്ളിക്ക് മുമ്പിൽ കുറെ നേരമായാലും ചങ്ങയ്ക്ക് ഇറങ്ങി നടക്കണേ. ഒരു പൂവാലിന്റെ ലക്ഷണമുണ്ടല്ലോ. അത് നമുക്ക് ശരിയാക്കി കൊടുക്കാം. നൂറ, ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പോവാം. എന്നെ ആർപിമാറിൽ വിട്ടാ മതി. ശരി. വാ, ഇറങ്ങി ഇങ്ങോട്ട് വാ. ആ പർദ്ദയൊന്ന് താഴ്ത്തിയേ. എന്താ നൂറ? ഈ ബാഗൊന്ന്, എന്റെ ബാഗൊന്ന് കൈപ്പിടി. ഞാൻ ഇപ്പൊ വരാം, നിങ്ങൾ നടന്നോളി. വേഗം വാ, ഞാൻ ഗേറ്റിൽ നിൽക്കേ. അവിടെ നിക്കടി. അന്നെ കൈ കിട്ടൂലെന്ന് വിചാരിച്ച അന്റെ മോന്തനെ ഒന്ന് കാണട്ടെ. നേരമായിട്ടൊന്നും ഇവിടെ കിടന്ന് കറങ്ങുന്നു. നീ ഏതാ?